ചോദ്യം നമ്പർ 271 ശ്രീമതി യു പ്രതിഭ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. സർ, സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥിനികൾക്ക് ഗവേഷണത്തിനും നൈപുണ്യ വികസനത്തിനുമുള്ള സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ലഭ്യമാണ്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പങ്കാളിത്തം തുടർച്ചയായി വർദ്ധിച്ചു വരികയാണ്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിലവിൽ 44,223 പെൺകുട്ടികൾ പഠിക്കുന്നു. പോളിടെക്നിക് കോളേജുകളിൽ 23-24 വർഷം പ്രവേശനം നേടിയതിൽ 3,991 പേർ പെൺകുട്ടികളാണ്. 21-22 ഇത് 3,066 ആയിരുന്നു. ഗവേഷണത്തിനും നൈപുണ്യ വികസനത്തിനും പെൺകുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥിനികളുടെ എൻറോൾമെൻറ്റ് ഉയർത്തുന്നതിനും നൈപുണ്യ വികസനത്തിനും ഗവേഷണ അഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും എംപ്ലോയബിലിറ്റി സ്കിൽ പ്രദാനം ചെയ്ത് അവരെ തൊഴിൽ പ്രാപ്തരാക്കുന്നത് ലക്ഷ്യമിട്ട് സ്കീം ഫോർ ഹെയർ എംപവർമെൻറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഷീ എന്ന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കൂടാതെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, പെൺകുട്ടികൾക്ക് മാത്രമായി റോബോട്ടിക്സ് ലാബ്, ഫിനിഷിംഗ് സ്കൂൾ തുടങ്ങിയ പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 7 സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥിനികളുടെ നൈപുണ്യ വികസനം, തൊഴിൽ സംരംഭകത്വം എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ പാഠ്യപദ്ധതിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയിലെ മികവിൻ്റെ കേന്ദ്രങ്ങൾ, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്, മിനി ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് തുടങ്ങിയ പ്രോഗ്രാമുകളിലെല്ലാം വിദ്യാർത്ഥിനികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നുണ്ട്. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വനിതകൾക്ക് മാത്രമായൊരു എഞ്ചിനീയറിംഗ് കോളേജ് പൂജപ്പുരയിൽ പ്രവർത്തിച്ചു വരുന്നു. കോളേജിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും NBA അക്രഡിറ്റേഷൻ ലഭ്യമായിട്ടുണ്ട്. ഈ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച VSAT എന്ന സാറ്റലൈറ്റ് ജനുവരി 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISROയുടെ PSLV 58 മിഷനിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ സാറ്റലൈറ്റ്, വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ സാറ്റലൈറ്റ് എന്നീ സവിശേഷതകൾ VSATനുണ്ട്. ഗവേഷണ മേഖലയിൽ 5 പേറ്റന്റുകൾ കോളേജിലെ വനിതാ അധ്യാപകർ സ്വന്തമാക്കിയിട്ടുണ്ട്. വനിതകളുടെ നൈപുണ്യ വികസനത്തിനായി നിരവധി പദ്ധതികൾ പൂജപ്പുര വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തി വരുന്നുണ്ട്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു അന്താരാഷ്ട്ര റിസർച്ച് ജേണൽ IHRDയിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥിനികൾക്ക് നൈപുണ്യ വികസനത്തിന് ഉതകുന്ന വിധത്തിൽ IHRD ക്യാമ്പസുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നിവ നടപ്പാക്കുകയാണ്. മിനിസ്റ്റർ, അത് സ്ക്രീനിലുള്ളതാണ്, അത് അംഗങ്ങൾ കാണുന്നുണ്ട്. ചോദ്യം ചോദിച്ചോട്ടെ, ആൻസർ ടേബിൾ ചെയ്തോ. രണ്ടാമത്തെ ഒരു ചോദ്യം, LBSന് കീഴിൽ പൂജപ്പുരയിൽ പുതുതായിട്ടൊരു വനിതാ പോളിടെക്നിക് കൂടി അനുവദിച്ചിട്ടുണ്ട്. താങ്ക് യു. ശ്രീമതി യു പ്രതിഭ, ടു ദ പോയിന്റ് ആയിരിക്കണേ ക്വസ്റ്റ്യൻ. സ്പീക്കർ സാർ, പെൺകുട്ടികൾക്ക് പറക്കാൻ ചിറകുകൾക്ക് അതിരുകളില്ലാത്തൊരു കാലമാണ് ഇതെന്നറിയുമ്പോൾ ഏറ്റവും സന്തോഷം. ഏകദേശം 1.5 ലക്ഷത്തോളം പെൺകുട്ടികൾ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട് എന്നുള്ള ബഹുമാനീയ മന്ത്രിയുടെ മറുപടി അങ്ങേയറ്റം സന്തോഷത്തോടെ കാണുന്നു. അഭിമാനകരമായ കാര്യമാണ്. പുതുതലമുറ തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി സമഗ്ര നൈപുണ്യ വികസനം ലക്ഷ്യമിട്ട് എന്തൊക്കെ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്? പുതുതലമുറ കോഴ്സുകൾ നടപ്പാക്കിക്കൊണ്ട് പുതു ജനറേഷൻ തൊഴിലവസരങ്ങളിലേക്ക്, വൈജ്ഞാനിക തൊഴിലുകളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്നതിന് ധാരാളം പദ്ധതികൾ ഇന്ന് സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം. നൂതന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട മെൻറ്ററിങ്ങും ഗൈഡൻസും സാമ്പത്തിക സഹായവും എല്ലാം യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട്. മറ്റൊരു പദ്ധതിയാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി. ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസുകളിൽ തന്നെ ഈ ഇൻഡസ്ട്രീസുമായിട്ടുള്ള അക്കാദമിക് ഇൻഡസ്ട്രി ഇൻ്റർഫേസ് ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉൾപ്പെടെ ക്യാമ്പസുകൾക്കകത്ത് സംവിധാനം ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വൈജ്ഞാനിക തൊഴിലുകളിൽ പരിശീലനം നൽകുകയും സ്കിൽ എൻഹാൻസ്മെൻറ്റ് പദ്ധതികൾ കൂടുതലായി നടപ്പാക്കുകയും അതുപോലെ പുതുതലമുറ
തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള നല്ല ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്തു വരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന അസാപ് കേരള ഇന്ന് ഏറ്റവും മികച്ച സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഏജൻസിയായി മാറിയിട്ടുണ്ട്. പുത്തൻ വൈജ്ഞാനിക മേഖലകളിൽ IT, റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫാർമക്കോ വിജിലൻസ്, സൈബർ സെക്യൂരിറ്റി ഇത്യാദി മേഖലകളിലൊക്കെ അസാപ്പ് സ്കിൽ ട്രെയിനിങ് നൽകി വരുന്നുണ്ട്. പാഠ്യപദ്ധതിയിൽ തൊഴിൽ നൈപുണ്യം ഒരു നിർബന്ധിത ഏരിയയായിട്ട് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകുന്നതിനുള്ള സമീപനം തീർച്ചയായും തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിന് സഹായകരമാകുമെന്ന് കരുതുന്നു. കേരള നോളജ് ഇക്കോണമി മിഷനും ഈ ദിശയിൽ ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. സർ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിന് റിസർച്ച് പാർക്കുകൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ KTUവിന് ക്യാമ്പസ് കണ്ടെത്തിയ ആ പ്രദേശത്തിന് ചേർന്ന് തിരുവനന്തപുരത്ത് തന്നെ ട്രസ്റ്റ് പാർക്ക് ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മറ്റ് 2 റിസർച്ച് പാർക്കുകൾ കൂടി ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുപോലെ പുതുതായി ഒരു IPR സെൻറ്ററും സ്റ്റാർട്ടപ്പ് സെല്ലും KTUവിൽ രൂപീകൃതമായിട്ടുണ്ട്. ഈ IPR സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണയും അത് സംബന്ധിച്ച ഗൈഡൻസും അധ്യാപകർക്കും ഗവേഷകർക്കും നൽകുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ QIP പ്രോഗ്രാമുകളിലൂടെ കൂടുതൽ ഗുണാത്മകമായിട്ടുള്ള വർധനവ് ഗവേഷക മേഖലയിൽ ഉണ്ടാക്കണം എന്ന നിലയിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. IIMകളും IITകളുമായിട്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കൂടുതൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിനുള്ള ജോയിൻറ്റ് വെഞ്ചർ പ്രോഗ്രാമുകളും ആസൂത്രണം ചെയ്തു വരികയാണ്. ശ്രീ വി ജോയ്. സർ, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. ഒരു വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് നാടിന് ചേർന്ന സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിക്കാനും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സജ്ജരാക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾക്ക് 25 കോടി വരുന്ന പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മനുഷ്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സും പ്രോസസ്സുകളുമെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ നൽകുന്നുണ്ട്. കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപിക്കുന്നത്. 500 പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകൾ, നവകേരള ഫെല്ലോഷിപ്പുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് നൽകുമെന്നുള്ളത് പ്രഖ്യാപിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 148 യുവ ഗവേഷകർ കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ ആധാരമാക്കിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം, കൃഷി, വ്യവസായം ഇത്യാദി അടിസ്ഥാന മേഖലകളിലൊക്കെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീമതി ശാന്തകുമാരി. സർ, വുമൺ എംപവർമെൻറ്റ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സുപ്രധാനമായ പോളിസിയാണ്. 2017 വനിതകൾക്ക് വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നു. വളരെ ശ്ലാഘനീയമാണ്. ജെൻഡർ ബജറ്റിംഗ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള പ്രോത്സാഹനം പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം സർ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ ഈ പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരാശയം ഫലപ്രദമായി നമുക്ക്
പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലേ? Yes. അതിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. ജെൻഡർ ന്യൂട്രാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കാം. 2 വർഷം മുൻപ് സമഭാവനയുടെ സർവകലാശാലകൾ എന്ന പേരിൽ ഒരു പദ്ധതി DCEയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് ജെൻഡർ ജസ്റ്റിസ് ക്ലബ്ബുകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ സ്ഥാപിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും അവയ്ക്ക് ഉപയുക്തമാക്കാവുന്ന രീതിയിലുള്ള ഒരു കൈപ്പുസ്തകം തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കലാലയങ്ങളിലും ജെൻഡർ ജസ്റ്റിസ് ഫോറങ്ങളും വിമൻ സെല്ലുകളും ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് യൂണിഫോം ഉള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ IHRD അതിനായിട്ട് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നടപടി എടുക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മഹാരാജാസ് കോളേജിൽ ഒരു ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് സംവിധാനം ചെയ്തതുമായിട്ട് ഇന്ന് ഡിബേറ്റുകൾ നടന്നു വരികയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ. പൊതുവെ പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമൊക്കെ അനുകൂലമായ നിലയിൽ സമഭാവനയുടേതായ ഒരു അന്തരീക്ഷം, ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുകൊടുക്കുന്ന ഒരു അന്തരീക്ഷം കലാലയങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ട പ്രോത്സാഹനങ്ങളും പദ്ധതികളും നടപ്പാക്കി വരുന്നുണ്ട്. ശ്രീ എം വിജിൻ. സർ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ന്യൂ ജനറേഷൻ പ്രോഗ്രാമുകളും നൈപുണ്യ വികസനവും സംരംഭത്വവും എന്നിവ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം അത് ഒരു അനിവാര്യമായ തലങ്ങളിലേക്ക് വരികയാണ്. അതിനെക്കുറിച്ച് സർക്കാർ ആലോചന നടത്തുന്നുണ്ട്. മിനിസ്റ്റർ. എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കരിക്കുലം പുതുക്കിയിട്ടുള്ളത്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പഠിക്കാൻ അവസരം ലഭിക്കുന്നത് പോലെ, അതുപോലെ അവരുടെ ഇന്നൊവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ സർഗാത്മകമായി സാക്ഷാത്കരിക്കുന്ന വിധത്തിലൊക്കെ തന്നെ കരിക്കുലം ഫ്രെയിംവർക്ക് പുതുക്കി പണിതിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗവേഷണാത്മകതയും തൊഴിലന്വേഷകരെ സഹായിക്കാൻ കഴിയുന്ന തൊഴിൽ സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുമൊക്കെയാണ് കരിക്കുലം പരിഷ്കരിച്ചിട്ടുള്ളത്. സംരംഭങ്ങൾ വ്യാപകമായി ആരംഭിക്കുന്നതിന് ക്യാമ്പസ് തലത്തിൽ തന്നെ വലിയ പ്രോത്സാഹനം നൽകുന്ന നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുകയാണ്. അതുമായിട്ട് ലിങ്ക് ചെയ്യാവുന്ന വിധത്തിലാണ് ഇൻഡസ്ട്രി അക്കാദമി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് പോകാവുന്ന നിലയിൽ കൂടി ഈ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഗവേഷണപരമായ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത നികത്തുന്ന തരത്തിലുള്ള ഒട്ടേറെ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. കരിക്കുലത്തിലും അതൊക്കെ തന്നെ ഉൾച്ചേരുന്നുണ്ട്. ശ്രീ KP മജീദ്. സർ, കോട്ടിക്കൽ വനിതാ പോളിടെക്നിക്കിന് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് 3.19 കോടി രൂപയുടെ നബാർഡ് ഫണ്ടാണ്. അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തെങ്കിലും തുടക്കം കുറിച്ചെങ്കിലും അതിപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. അങ്ങത് പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകും. മിനിസ്റ്റർ. അതൊരു സ്പെസിഫിക് കേസാണ്, പരിശോധിച്ച് മറുപടി പറയാം. ശ്രീ സജീവ് ജോസഫ്. സർ, പോളിടെക്നിക് കോളേജുകളിൽ പെൺകുട്ടികൾ കൂടുതൽ താല്പര്യം കാണിക്കുന്ന കൊമേഴ്സ് കമ്പ്യൂട്ടർ സ്ട്രീമുകൾ, അതിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കേണ്ടതായിട്ടുണ്ട് സർ. അതുപോലെ അസാപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, അത് ചില സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കോഴ്സുകൾക്ക് ഫീസ് കൂടുതലായതുകൊണ്ട് അത് ആകർഷകമല്ലാതെയായി മാറുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നമുക്ക് ആവശ്യമായിട്ടുണ്ട് സർ. കഴിഞ്ഞ വർഷം നടുവിൽ പോളിടെക്നിക് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആ കോളേജ് വളരെ സുഖമായി മുന്നോട്ട് പോവുകയാണ്. 2ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ ലാബ് സൗകര്യം അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് സർ. അക്കാര്യത്തിൽ കൂടുതൽ എക്യുപ്മെന്റ്സ് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. നടുവിൽ പോളിടെക്നിക്കിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ പ്രത്യേക നിർദ്ദേശപ്രകാരം എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപക തസ്തികകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. അസാപ്പ് പൊതുവിൽ എല്ലാ സ്ഥാപനങ്ങളിലും സേവനം നൽകണം എന്നുള്ള രീതിയിലാണ് നിഷ്കർഷിച്ചു പോരുന്നത്. മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം പരിശോധിക്കാം. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, ചാലക്കുടി മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിലെ പ്ലാനറ്റോറിയം കെട്ടിട നിർമ്മാണത്തിലെ അപാകത മൂലം ചോർന്നൊലിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് 7 കോടി ചെലവ് വരുന്ന പ്ലാനറ്റോറിയത്തിൻ്റെ ഉപകരണങ്ങൾ പൊടിപിടിച്ചിരിക്കുകയാണ്. 100 കണക്കിന് പെൺകുട്ടികളടക്കമുള്ള കുട്ടികൾക്ക് ഉപകാരമാകേണ്ട
ഈ മേഖലാ ശാസ്ത്ര കേന്ദ്രം എന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും? യെസ് മിനിസ്റ്റർ. ഈ 3 വർഷക്കാലത്തിനിടയ്ക്ക് ആ പ്ലാനറ്റോറിയത്തിലെ പല ഗാലറികളും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അവിടെ ഒരു കെട്ടിടത്തിനാണ് ഈ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണത്തിൽ ചെറിയ ഒരു അപാകത വന്നിട്ടുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് അതിനകത്ത് സജ്ജീകരിക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ആ അപാകത പരിഹരിച്ചതിന് ശേഷമേ ആ യന്ത്രങ്ങൾ അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തലങ്ങളിൽ ചർച്ച നടത്തുകയും അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എഞ്ചിനീയറിംഗ് എക്സ്പേർട്സിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. 2 തവണ വിവിധ എക്സ്പേർട്ട് കമ്മിറ്റികൾ നിർദ്ദേശിച്ച തരത്തിലുള്ള പ്രവർത്തികൾ അവിടെ നടത്തി. എന്നിട്ടും അത് പരിഹരിക്കാനായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിച്ച് ഈ യന്ത്രങ്ങൾ അവിടെ ഇൻസ്റ്റോൾ ചെയ്ത് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അത് തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ പി മമ്മിക്കുട്ടി. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ധാരാളം പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്. പക്ഷേ 2 ബാച്ചുകൾ മാത്രമേ ഉള്ളൂ. ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ രീതിയിൽ അധിക ബാച്ചുകൾ അനുവദിക്കുമോ എന്നാണ്. യെസ് മിനിസ്റ്റർ. ഷൊർണൂർ പോളിടെക്നിക്. കൂടുതൽ ബാച്ചുകൾ അനുവദിക്കാൻ ഗവൺമെൻറ് നയപരമായ തീരുമാനമെടുക്കുന്നതിനെ തുടർന്ന് ആദ്യം പരിഗണിക്കാം. ശ്രീ നജീബ് കാന്തപുരം. സർ, പെരിന്തൽമണ്ണ വനിതാ പോളിടെക്നിക്കിന് ഒരു സ്വന്തമായ കെട്ടിടമില്ലാത്തതിൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ പെരിന്തൽമണ്ണയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള ഒരു ഗവൺമെൻറ് കോളേജ് PTM കോളേജ് അവിടെ ഉണ്ട്. 25 ഏക്കർ ലാൻഡുണ്ട്. അവിടെ കെട്ടിടങ്ങളുമുണ്ട്, പുതുതായിട്ട് കെട്ടിടങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ഈ വനിതാ പോളിടെക്നിക്ക് PTM കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ 2 പ്രശ്നങ്ങളും തീർക്കാൻ കഴിയും. ബഹുമാനിയായ മന്ത്രി ആ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ പതിക്കാമോ? യെസ് മിനിസ്റ്റർ. അതിൻ്റെ സാധ്യത പരിശോധിക്കാം. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കര. യെസ്. ചോദ്യം നമ്പർ 272 ശ്രീ KK രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി. ഈ സർക്കാർ വന്നതിന് ശേഷം വിവിധ മികവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകൾ ദേശീയ റാങ്കിങ്ങിലും അക്രഡിറ്റേഷനിലും മികച്ച സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട്. ഈ വർഷത്തെ റാങ്കിംഗ് മാത്രം ഞാൻ ഏറ്റവും ഒടുവിലത്തെ NIRF റാങ്കിംഗ് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കേരള സർവകലാശാല 24 റാങ്ക്, മഹാത്മാഗാന്ധി 31, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 37, കാലിക്കറ്റ് സർവകലാശാല 70 എന്ന രീതിയിലാണ് NIRF 2023 റാങ്ക് നില. സർവകലാശാലകളുടെ ഗ്രേഡിംഗ് കേരള സർവകലാശാല A++, മഹാത്മാഗാന്ധി സർവകലാശാല മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞതാണത്. ടേബിൾ ചെയ്തു ആൻസർ. കുറച്ചാൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. ടേബിൾ ചെയ്യാം. അതുപോലെ ദേശീയവും അന്തർദേശീയവുമായ ഒട്ടനവധി പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ടേബിൾ ചെയ്യാണ്. താങ്ക് യു. ശ്രീ KK രാമേന്ദ്രൻ. സാർ, വിജ്ഞാന സമ്പൽ വ്യവസ്ഥയുടെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണ സൗകര്യങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നതെന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. നേരത്തെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന ഒരു പ്രത്യേക സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിക്കുകയും അനുമതിയാവുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകളിലും മറ്റ് ഉന്നത വിദ്യാകേന്ദ്രങ്ങളിലും നടക്കുന്ന ഗവേഷണ സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഗവേഷകർക്ക് വേണ്ടുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശിത്വം നൽകുന്നതിനുമൊക്കെ തന്നെ ഈ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയും. അതുപോലെ 4 വർഷ ബിരുദം ആരംഭിക്കുമ്പോൾ അതിൽ ഗവേഷണ കുതുകികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം അവസരം നൽകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള ലാബ് കോംപ്ലക്സുകളെല്ലാം തന്നെ മികച്ചവയായി വളർന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുമുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സായി മാറിയിട്ടുണ്ട്. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ ഒരു ജേണൽ കൺസോർഷ്യം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഗവേഷകർക്കും അധ്യാപകർക്കും എല്ലാം അന്തർദേശീയ ജേണലുകൾ പ്രാപ്യമാക്കാവുന്ന വിധത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി നടപടികൾ ഗവേഷണ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഏറ്റവും മികച്ച ഗവേഷകർക്കുള്ള അവാർഡുകൾ നൽകി വരുന്നുണ്ട്. അത് പല ക്രൈറ്റീരിയ അനുസരിച്ച് തന്നെ നൽകുന്നുണ്ട്. ആജീവനാന്ത സംഭാവന നൽകിയവർക്ക് മുതൽ യുവ ഗവേഷകർക്ക് വരെ ഇത്തരത്തിൽ ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങൾ നൽകി വരുന്നുണ്ട്. ഏറ്റവും ഉയർന്ന ഫെല്ലോഷിപ്പ് തുക നൽകുന്ന നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകളുടെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. അതൊക്കെ തന്നെ ഗവേഷണ മേഖലയിൽ വലിയ പ്രോത്സാഹനം നൽകി വരുന്ന പദ്ധതികളാണ്. സാർ, ബിരുദ തലത്തിലെ കരിക്കുലം പരിഷ്കാരങ്ങൾക്ക് തുടർച്ചയായി ബിരുദാനന്തര ബിരുദ കരിക്കുലം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അറിയിക്കാമോ? യെസ് മിനിസ്റ്റർ. ബിരുദാനന്തര ബിരുദ കരിക്കുലം പരിഷ്കരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ 4 വർഷ ബിരുദ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 3 വർഷ ബിരുദം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2 വർഷ PGയും 4 വർഷ ഓണേഴ്സ് ബിരുദം പൂർത്തീകരിക്കുന്നവർക്ക് 1-ാം വർഷ PGക്ക് ശേഷം 2-ാം വർഷ PGയിലേക്ക് ലാറ്ററൽ എൻട്രി എന്ന നിലയ്ക്ക് പ്രവേശനം നൽകാവുന്ന വിധത്തിലുമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അക്കാദമിക വർഷം നഷ്ടപ്പെടാതെ ഇരിക്കും. ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഗവേഷണത്തിലേക്ക് പോകാനും സൗകര്യമുള്ളതാണ്. അത്തരത്തിൽ PG കരിക്കുലത്തിൻ്റെ പരിഷ്കരണവും UG കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്ത അതേ മാതൃകയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ശ്രീ TP രാമകൃഷ്ണൻ. സർ, വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകൾക്കിടയിലും സ്ഥാപനങ്ങൾക്കിടയിലും മാറ്റം സാധ്യമാകുന്ന സാഹചര്യത്തിൽ വ്യത്യസ്ത സമയത്ത് കോഴ്സുകളും പരീക്ഷകളും നടത്തുന്നത് തടസ്സമാകില്ലേ? ഇതിന് പരിഹാരമായി എന്ത് നടപടികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. നമ്മുടെ 24-25 അക്കാദമിക വർഷത്തേക്കുള്ള അക്കാഡമിക് കലണ്ടർ ഏകീകൃതമായ നിലയിൽ തയ്യാറായി കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം ഈ സഭയെ അറിയിക്കുകയാണ്. നമ്മുടെ വിവിധ സർവകലാശാലകളിലെ രജിസ്ട്രാർമാർ അംഗങ്ങളായിട്ടുള്ള സമിതിയാണ് വളരെ സമയബന്ധിതമായിട്ട് ഈ അക്കാദമിക് കലണ്ടർ തയ്യാറാക്കി തന്നിട്ടുള്ളത്. അക്കാദമിക പ്രവർത്തനങ്ങൾ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് അക്കാദമിക് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അഡ്മിഷൻ, പരീക്ഷകൾ, എലക്ഷൻ, യൂത്ത് ഫെസ്റ്റിവലുകൾ, കായികമേളകൾ എല്ലാം തന്നെ സമയബന്ധിതമായും ഏകോപിതമായ നിലയിലും നടത്താവുന്ന വിധത്തിലാണ് ആ അക്കാദമിക് കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകില്ല എന്ന് ഇവിടെ അറിയിക്കുകയാണ്. ശ്രീ സലാം. സാർ, ഒരു ക്ലാസ് മുറിയിൽ 40-50 കുട്ടികളെന്ന നിലയിൽ നിന്ന് മാറി പുതിയ നൂതനമായ പ്ലാറ്റ്ഫോമിലൂടെ ആയിരക്കണക്കിന് കുട്ടികളോട് ഒരേ സമയം അധ്യയനം നടത്താൻ കഴിയുന്ന നിലയിൽ വളർന്നിരിക്കുന്നൊരു കാലമാണ്. സാർ, ശാസ്ത്ര വളർച്ചയുടെ ഈ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ കോഴ്സുകൾ ലഭ്യമാക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യെസ് മിനിസ്റ്റർ. ഓൺലൈൻ ലേണിംഗ് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ ഒന്നാണ്. ബ്ലെൻഡഡ് മോഡിലും ഓൺലൈൻ മോഡിലുമുള്ള അധ്യയനം ഈ വിവര വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഇ കണ്ടന്റ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു പ്രത്യേക കേന്ദ്രം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള അധ്യാപകരുടെ ലെക്ചേഴ്സ് ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ഓൺലൈൻ കോഴ്സുകളാണ് ഈ റെപ്പോസിറ്ററിയിൽ ഉണ്ടായിരിക്കുക. സെൻറ്റർ ഫോർ ഇ ലേണിംഗ് ആൻഡ് ഇ കണ്ടന്റ് ഡെവലപ്മെൻറ്റ് നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഈ കോഴ്സുകളുടെ ഒരു റെപ്പോസിറ്ററി ആയിരിക്കും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുക. ഇപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് അത്തരം ഒരു കേന്ദ്രമുണ്ട്. അതിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. ഈ സെൻറ്റർ വഴി നടത്തുന്ന ഓൺലൈൻ കോഴ്സുകൾക്ക് സർവകലാശാലകളുടെ സഹകരണത്തോടെ ക്രെഡിറ്റ് ലഭ്യമാക്കും. അതുപോലെ മൂക്ക് കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാകുന്നവ കുട്ടികൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതിനെല്ലാം ക്രെഡിറ്റ് നൽകുന്ന നടപടിയാണ് എടുത്തിട്ടുള്ളത്. ശ്രീ മുകേഷ്. സർ, വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിനുള്ള മതിയായ അവസരം ലഭിക്കുന്നില്ല എന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കും. യെസ് മിനിസ്റ്റർ. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ളതിന് വലിയ പ്രാധാന്യമാണ്
പുതിയ കരിക്കുലം പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നൽകുന്നത്. പ്രത്യേകിച്ച് 4ാം വർഷ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവരുടെ പ്രവർത്തനത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റിനും ഇന്റേൺഷിപ്പിനും അർഹരായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും ഫേമുകളുടെയും ഒരു വലിയ ലിസ്റ്റ് എംപാനൽഡായ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ആ ലിസ്റ്റ് തയ്യാറാവുന്നതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് നൽകുന്നതിന് വലിയ ഒരു ജാഗ്രതയാണ് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിരവധി വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള ഇന്റേൺഷിപ്പ് എടുക്കുന്നുണ്ട്. അതിന് ഒട്ടും തന്നെ പരിമിതി നിലവിലില്ല. ഉള്ള സാഹചര്യങ്ങൾ വിപുലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സമീപകാലത്തായി സെക്കൻഡറി തലത്തിലെന്ന പോലെ ഹയർ സെക്കൻഡറി തലത്തിലും ഞങ്ങളുടെ പ്രദേശത്ത് കുട്ടികൾ ധാരാളം വിജയിച്ചു വരികയാണ്. അവർക്ക് തുറന്നു പഠിക്കാൻ കോഴ്സുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. തിരൂരിലെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലേക്ക് പുതിയ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ തന്നിട്ട് വർഷങ്ങളായി എങ്കിലും പുതിയ കോഴ്സുകളൊന്നും ഇതുവരെ അനുവദിച്ചു തന്നിട്ടില്ല. ഈ വർഷം അനുവദിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്കറിയേണ്ടത്. യെസ് മിനിസ്റ്റർ. പുതിയ കോഴ്സുകൾ അനുവദിക്കാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന മുറയ്ക്ക് ആ കോളേജിൻ്റെ വിഷയവും പരിഗണിക്കാവുന്നതാണ്. ശ്രീ സണ്ണി ജോസഫ്. സാറേ, പുതിയ കോളേജുകൾ ആരംഭിക്കുന്നതിനുള്ള ആവശ്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള രേഖകൾ എന്താണ്, സമീപനം എന്താണ്, മാനദണ്ഡം എന്താണ്? യെസ് മിനിസ്റ്റർ. പുതിയ കോളേജുകൾ ഇപ്പോൾ ഉടനെ ഗവൺമെൻറ് തലത്തിൽ ആരംഭിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടില്ല. നയപരമായ തീരുമാനം കൈക്കൊള്ളുന്ന മുറയ്ക്ക് അറിയിക്കുന്നതാണ്. ശ്രീ ഡി കെ മുരളി. സർ, ഈ വിദേശ രാജ്യങ്ങളിൽ ഒട്ടേറെ തൊഴിൽ സാധ്യതകൾ വളർന്നു വരികയാണ്. യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം ആ ജോലി സാധ്യത സ്വായത്തമാക്കണമെങ്കിൽ ആ വിദേശ ഭാഷ പഠിക്കാനാകണം അവർക്ക്. ഇപ്പോൾ കേരള സർവകലാശാല ഉൾപ്പെടെ ചില സർവകലാശാലകളിൽ ബിരുദാനന്തര കോഴ്സ് വിദേശ ഭാഷാ പഠനം ഐച്ഛികമായി എടുത്തുകൊണ്ട് ഉണ്ട് എങ്കിലും അത് ബിരുദ പഠനം മുതൽ വിദേശ ഭാഷ ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുക്കാനുള്ള അവസരമൊരുക്കുകയും അതിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്താനും ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. വിദേശ ഭാഷാ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു സന്ദർഭമാണിത്. ഇപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ മൈനർ വിഷയങ്ങൾ എന്ന നിലയ്ക്ക് വിദേശ ഭാഷകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. തങ്ങളുടെ കലാലയത്തിൽ നിന്നും മാത്രമല്ല മറ്റ് കലാലയങ്ങളിൽ നിന്നും മറ്റ് സർവകലാശാലകളിൽ നിന്നും അതുപോലെ ഓൺലൈൻ കോഴ്സുകൾ എന്ന നിലയ്ക്കും കുട്ടികൾക്ക് ഈ വിദേശ ഭാഷാ പഠനത്തിന് സൗകര്യമുണ്ടാകുന്നതാണ്. അതിന് ക്രെഡിറ്റുകൾ ലഭിക്കും. അതോടൊപ്പം അസാപ്പ് പോലുള്ള ഏജൻസികൾ ഒട്ടനവധി വിദേശ ഭാഷകളിൽ സ്കിൽ കോഴ്സുകളിൽ പ്രാവീണ്യം നൽകുന്നുണ്ട് എന്ന് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രീ ടി വി ഇബ്രാഹിം. ഈ നമ്മുടെ ഗവൺമെൻറ് കോളേജുകളൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ കിഫ്ബിയുടെ ഫണ്ടെല്ലാം വന്നതോടുകൂടി കെട്ടിടങ്ങൾ കുറേ ആയിട്ടുണ്ട്. എന്നാൽ പല ഗവൺമെൻറ് കോളേജുകൾക്കും ആവശ്യമായ സ്ഥലമില്ല, കളിക്കളമില്ല, നല്ലൊരു ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് കോളേജുകൾക്ക് സ്ഥലം അക്വയർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൻ്റെ സർ ഒരു ഫയൽ 2-3 വർഷമായി ഇവിടെ ഭൂമി അക്വിസിഷനായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു മറുപടി പറയാമോ? യെസ് മിനിസ്റ്റർ. കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കേസ് പരിശോധിച്ച് പറയാം. പൊതുവിൽ ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് കിഫ്ബി ധനസഹായം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഇൻ്റർവെൻഷൻസ് നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ തന്നെ അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കോളേജിൽ തന്നെ നിരവധി പുതിയ കെട്ടിട സമുച്ചയങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് അപേക്ഷ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് മെമ്പറെ അറിയിക്കുന്നതാണ്. ചോദ്യം നമ്പർ 273 ശ്രീ പി അബ്ദുൽ ഹമീദ്, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ഇത് KSRTCയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിടുന്ന KSRTCയുടെ സ്വയം പര്യാപ്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടോ? ഇത് വളരെ ദീർഘമായ ഒരു ചോദ്യമാണ് സർ. ഇത് ടേബിളിൽ വയ്ക്കാൻ അനുവദിച്ചാൽ ചോദ്യങ്ങൾക്ക് അവസരം കിട്ടും. ഓക്കെ, താങ്ക് യു. ശ്രീ പി അബ്ദുൽ ഹമീദ്. സർ, എറണാകുളത്ത് കല്ലട ബസ് മറിഞ്ഞ് ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ സഭയിൽ പറഞ്ഞത് ബോഡി നിർമ്മാണ കോഡിൽ മാറ്റം വരുത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ്. സർ, ഈ അവസരത്തിൽ
ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി KSRTCയുടെ കോഴിക്കോട്, എടപ്പാൾ, ആലുവ, മാവേലിക്കര, പാപ്പനംകോട് വർക്ക്ഷോപ്പുകളെ ആധുനികവൽക്കരിച്ച് KSRTC ബസ്സുകളുടെ ബോഡി നിർമ്മിക്കുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ബോഡി കോഡ് അനുസരിച്ചുള്ള ബോഡികൾ നിർമ്മിച്ച് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവക്കടക്കം ബോഡികൾ നിർമ്മിച്ച് നൽകി കോർപ്പറേഷന് വരുമാനം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമാണ്. സർ, എറണാകുളത്ത് മറിഞ്ഞ വാഹനം കേരളത്തിൽ ബോഡി ചെയ്തതല്ല, കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിയുമല്ല. നാഗാലാൻഡിൽ രജിസ്റ്റർ ചെയ്ത വാഹനം, അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുമാണ് ഈ ബോഡി കോഡ് മാറ്റുന്നത്. കേരളത്തിൽ ഓടുന്ന വണ്ടികൾ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വണ്ടിയും തന്നെ ഇതുപോലെ ഓൾട്ടറേഷൻ അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ KSRTCയുടെ ബോഡി ബിൽഡിംഗ് പണ്ടുണ്ടായിരുന്നെങ്കിലും അത് ചെലവേറിയതും അത്ര ലാഭകരമല്ലാത്തത് കൊണ്ടാണ് പല കാലാകാലങ്ങളായി അത് നിർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും അത് തുടങ്ങണമെങ്കിൽ അനേക ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കണം. ഇപ്പോൾ ഉള്ള മെക്കാനിക്കുകൾ തന്നെ KSRTCക്ക് പര്യാപ്തമാകുന്നില്ല. ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ബോഡി നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ ഒരു ബോഡിയും ബോഡി കോഡ് തെറ്റിക്കാറില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര നയം നടപ്പിലാക്കുമ്പോൾ KSRTCയിൽ നിന്നും ഏകദേശം 1600 ബസ്സുകൾ പൊളിക്കേണ്ടി വരുമെന്ന് സർക്കാർ കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങളില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്രയും വാഹനങ്ങൾ എത്തിച്ച് പൊളിക്കൽ സാക്ഷ്യപത്രം വാങ്ങുവാനും കഴിയില്ല. നിലവിൽ കേന്ദ്ര സർക്കാർ ഈ മേഖലയിൽ പ്രഖ്യാപിച്ച 150 കോടി രൂപയുടെ സബ്സിഡി ലഭിക്കണമെങ്കിൽ അംഗീകൃത പൊളിക്കൽ കേന്ദ്രങ്ങൾ നൽകുന്ന സാക്ഷ്യപത്രം ആവശ്യമാണ്. ഈ പ്രതിസന്ധി മറികടക്കുവാൻ എന്ത് നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സർ, കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി 15 വർഷമായ ബസ്സുകൾ പൊളിക്കണം. ബസ്സുകൾ മാത്രമല്ല, കാറുകളും സർക്കാർ വാഹനങ്ങളും പൊളിക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പിൽ മാത്രം ഏതാണ്ട് 865 വാഹനങ്ങൾ പൊളിക്കേണ്ടി വരും. പൊളിക്കുമ്പോൾ ആ ജീവനക്കാർ മുഴുവൻ ജോലിയില്ലാതെയാവും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു 46ഓളം വണ്ടികൾ പൊളിക്കാൻ മാറ്റിയിട്ട് 15 വർഷം കഴിഞ്ഞതിൻ്റെ. താങ്കൾ ചോദിച്ച വിധത്തിൽ പൊളിക്കാനുള്ള നടപടി മുൻപെല്ലാം നീണ്ടുപോയെങ്കിലും നമുക്ക് 150ഓളം കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇത് കിട്ടാനുണ്ട്. അത് ഈ പൊളിക്കൽ പ്രക്രിയ തുടങ്ങിയാലേ നടക്കുള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊളിക്കൽ പ്രക്രിയയ്ക്കുള്ള ഓപ്പൺ ടെൻഡർ വിളിക്കാൻ പോവുകയാണ്. അതിൽ പരിചയസമ്പന്നരായ ആളെ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, കാസർകോട്ട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഡീലക്സ് ബസ് ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. ഡീലക്സ് ബസ് എന്ന് 7 വർഷം പഴക്കമുള്ള ബസ്സാണ്. എക്സ്പ്രസ് ബസ്സിൻ്റെ കളർ മാറ്റി എന്നല്ലാതെ ഡീലക്സ് ബസ്സിൻ്റെ സംവിധാനവും സൗകര്യം ആ ബസ്സിലില്ല. ഒരു AC സ്ലീപ്പറോ AC സെമി സ്ലീപ്പറോ ബാംഗ്ലൂരിലേക്ക് സർവീസ് ആരംഭിച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനം കൂട്ടാൻ സാധിക്കും. മറ്റൊരു പോയിന്റ് സർ, കാസർഗോഡ് ടൗണിലാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. തുളുനാട് കോംപ്ലക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ധാരാളം മുറികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കാസർഗോഡ് നഗരത്തിൽ തന്നെ ഒരുപാട് സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കെട്ടിടങ്ങളൊക്കെ നമ്മുടെ കോംപ്ലക്സിലേക്ക് മാറ്റിയാൽ നമ്മുടെ വരുമാനം കൂട്ടാൻ സാധിക്കും. ഈ കാര്യത്തിൽ മന്ത്രിയുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം 2 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത്. ഒന്ന്, ബസ്സിൻ്റെ ബുദ്ധിമുട്ടിനെ പറ്റിയാണ്. ഈ താങ്കൾ പറഞ്ഞ ഈ ഡീലക്സ് ബസ് മാറ്റാം. വരുന്ന മുറയ്ക്ക് AC ബസ്സുകൾ വരുന്ന മുറയ്ക്ക് AC ബസ്സുകൾ വാങ്ങാൻ പരിപാടിയുണ്ട്. കൂടുതലും AC ബസ്സിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ കാലാവസ്ഥ വല്ലാതെ മാറുകയും നമ്മുടെ യാത്രക്കാരുടെ ഒരു യാത്രാ സങ്കല്പം മാറുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ AC ബസ്സിലേക്ക് മാറണം. താങ്കൾ പറഞ്ഞ പോലെ സ്ലീപ്പർ ബസ്സുകളും സെമി സ്ലീപ്പർ ബസ്സുകളും വാങ്ങാനുള്ള പദ്ധതിയുണ്ട്. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും അതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ താങ്കളുടെ ഈ ബസ് മാറ്റിത്തരാൻ വേണ്ടി ശ്രമിക്കും. എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അത് മാറ്റിത്തരാം. അതുപോലെ തന്നെയാണ് ഈ കോംപ്ലക്സിൻ്റെ കാര്യം അങ്ങ് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ 2ാമത്തേക്ക് നമ്പർ ഇട്ടിട്ടില്ല. പലപ്പോഴും KSRTCയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് 2016-17 പൂർത്തിയാക്കുന്നത് 2024 പക്ഷേ അങ്ങനെ 23-24 പൂർത്തിയാകുമ്പോൾ ഈ പല സ്ഥലത്തെയും ഉദ്ഘാടനങ്ങൾ നടക്കാറുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരിൽ നിന്ന് കടയ്ക്കുള്ള അഡ്വാൻസ് വാങ്ങിക്കുകയും ചെയ്യും. പക്ഷേ നമ്പർ ഇട്ട് കൊടുക്കില്ല. പത്തനംതിട്ടയിൽ, മൂവാറ്റുപുഴയിൽ, പിന്നെ ഹരിപ്പാട്, പിന്നെ തൊടുപുഴ, ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാം ഓഫീസ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ 2ാം നിലയ്ക്ക് നമ്പർ ഇട്ടിട്ടില്ല. അന്നത്തെ കെട്ടിട നിർമ്മാണ ചട്ടം, ഫയർ നിയമങ്ങൾ അല്ല ഇപ്പോഴുള്ളത്. വളരെ കാലം നിർമ്മിതി നീണ്ടുപോയിട്ട് ഇത് തുറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം നമ്പർ ഇട്ട് വാങ്ങാനുള്ള അടിയന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാസർഗോഡ് താങ്കൾ പറഞ്ഞ പോലെ എല്ലാ ഓഫീസുകളും ബാക്കി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും. ശ്രീ പി ഉബൈദുള്ള. സർ, മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ്, അത് പറയുമ്പോൾ തന്നെ സർ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം അത്ര ഉണ്ട് എന്ന് സഭയും ബഹുമാനപ്പെട്ട മന്ത്രിയും മനസ്സിലാക്കണം. 2016 ജനുവരി 2-ാം തീയതി
ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ യശസ്വിനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടാണ് സർ. 8 വർഷമായി സർ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അന്ന് 7,90,00,000 രൂപ അന്ന് അനുവദിച്ചു. അതിന്റെ പണി കഴിഞ്ഞു. പിന്നീട് രണ്ട് മന്ത്രിമാരും ഈ ഡിപ്പോ സന്ദർശിച്ചു. അവർക്ക് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടു. 90 ലക്ഷം രൂപ മാത്രമാണ് സർ അനുവദിച്ചത്. അതിന്റെ ഒരു നിലയുടെ പണി നടക്കുകയാണ്. MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ഞാൻ കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞു സർ. ഒരിക്കൽ ടെൻഡർ ചെയ്തു. ആ ടെൻഡർ എന്തോ കാരണം പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തു. കരാറുകാരൻ വർക്ക് തുടങ്ങിയ ശേഷം ക്യാൻസൽ ചെയ്യാണ്. പിന്നെ വീണ്ടും ടെൻഡർ ചെയ്തു. വീണ്ടും ടെൻഡർ ചെയ്തപ്പോൾ കരാർ ഒരാൾ ഉറപ്പിച്ചെടുത്ത് ഇപ്പോഴും വർക്ക് തുടങ്ങിയിട്ടില്ല. MLA ഫണ്ട് കൊടുത്തിട്ട് പോലും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ KSRTC തയ്യാറാകുന്നില്ല എന്നാണ് സർ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. ആരാണ് സർ ഇത് ഉത്തരവാദി? ഇപ്പോ ഒന്ന് പറയട്ടെ സർ, ഈ ബജറ്റിൽ ഈ ബജറ്റിൽ 5 കോടി രൂപ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇതിനു വേണ്ടി പ്രഖ്യാപിച്ചു. ധനകാര്യമന്ത്രിക്ക് നന്ദി പറയാൻ സർ. ആ 5 കോടി രൂപയുടെ ചെലവഴിച്ച് നമുക്ക് പണി പൂർത്തീകരിക്കാനുള്ള എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി എന്നേക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് സർ എന്റെ ചോദ്യം. 1.5 മിനിറ്റാണ് കേട്ടോ, അംഗങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സർ, അത് ഡിമാൻഡ് പങ്കെടുത്ത ചർച്ചയിൽ ഈ വിഷയം വളരെ തവണ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തി. എനിക്കിപ്പം ബഹുമാനായ അംഗം വൈദ്യുതികളെ കാണുമ്പോൾ തന്നെ ഞാൻ ഓടിക്കളയും. കാരണം ഇത് ശരിയാക്കാതെ അദ്ദേഹത്തിന് മുന്നിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരാശങ്കയും വേണ്ട. കഴിഞ്ഞ ദിവസം ബഹുമാനായ PWD മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. യാതൊരു സെൻറ്റേജ് ചാർജും ഇല്ലാതെ PWD ബിൽഡിങ്സ് ഇനി KSRTCയുടെ മുഴുവൻ വർക്കുകളും ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഒരു കാരണവശാലും MLA ഫണ്ടോ സർക്കാർ ഫണ്ടോ ഒരു കാരണവശാലും KSRTCയുടെ ഒരു താമസം കൊണ്ട് മുടങ്ങില്ല. PWD ആകുമ്പോൾ MLA മാർ എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട്. ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ വിലയിരുത്തുകയും പരിശോധിക്കാൻ ചെയ്യാൻ കഴിയും. അതിൽ KSRTC എല്ലാ വർക്കുകളും ഒരു വർക്ക് KSRTC സിവിൽ വിങ് അവസാനിപ്പിച്ചു. KSRTCയുടെ സിവിൽ വിങ് ആവശ്യമില്ല. വണ്ടി ഓടിക്കാൻ വന്നവർ വണ്ടി ഓടിച്ചാൽ മതി. സിവിൽ വിങ് അവസാനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ കോൺട്രാക്ട് ഇപ്പോൾ അനുവദിച്ച വിഷയം പ്രത്യേകമായി മിനിസ്റ്ററോട് സംസാരിച്ചു. ബിൽഡിങ്സിൻ്റെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ എടുത്ത കോൺട്രാക്ടർ തന്നെ പണിയുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷൻ ബില്ല് എഴുതുന്നതെല്ലാം PWD ബിൽഡിങ്സിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AXE ആയിരിക്കും. അങ്ങ് ചിലവാക്കിയ 2 കോടി രൂപയും തുടർന്നുള്ള 5 കോടി ഇപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അനുവദിച്ചതായി പറയുന്ന 5 കോടി രൂപ അക്കാര്യത്തിൽ അങ്ങയോട് കൂടി ആലോചിച്ച് അത് എന്ത് രൂപത്തിൽ എന്താണ് ഡിസൈൻ നോക്കിയതിന് ശേഷം PWDയെ കൊണ്ട് തന്നെ ഡിസൈൻ വരച്ച് നമ്മളത് പൂർത്തിയാക്കി തരും. ഏതായാലും സന്ദർശിക്കാൻ ഞാൻ വരില്ല, ഉദ്ഘാടനത്തിന് വരാം എന്ന് മാത്രം പറയുന്നു. ഡേറ്റ് ഞാൻ പറയുന്നില്ല. ശ്രീ AK മഷ്റഫ്. സർ, കാസർഗോഡ് മംഗലാപുരം അന്തർ സംസ്ഥാന നോട്ടിഫൈഡ് റൂട്ട് KSRTCക്ക് പ്രതിസന്ധിക്കിടയിലും നല്ല വരുമാനം തരുന്ന ഒരു റൂട്ടാണ്. ഇവിടെ കൂടുതൽ അന്തർ സംസ്ഥാന ബസ്സുകൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ലഭ്യമായാൽ നമുക്ക് ഇനിയും ഈ പ്രതിസന്ധിക്കിടയിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും. ഒരു ചോദ്യം സാർ, ഈ പ്രതിസന്ധിക്കിടയിലും എൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ മംഗൽപാടി പഞ്ചായത്തിലെ കുക്കാറ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രദേശത്തേക്ക് ഒരു സ്റ്റോപ്പ് അനുവദിച്ച് കഴിഞ്ഞ 3 വർഷമായി മന്ത്രിക്ക് നിവേദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഏക സർക്കാർ കോളേജ് ഗോവിന്ദപ്പൈ കോളേജിൻ്റെയും ലോ കോളേജിൻ്റെയും മുമ്പിലും വലിയ രൂക്ഷമായ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിവേദനം നൽകി. ബന്ധപ്പെട്ട നിങ്ങളുടെ താഴെയുള്ള കാസർകോട്ടെ KSRTCയിലെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ സ്റ്റോപ്പ് അനുവദിച്ചാൽ, ലിമിറ്റഡ് സ്റ്റോപ്പ് അനുവദിച്ചാൽ KSRTCക്ക് നഷ്ടം വരുമെന്നാണ്. ആ പ്രദേശത്തെ MLA എന്ന നിലയ്ക്ക് കൃത്യമായി അത് ലാഭം തരുമെന്ന് നന്നായിട്ടറിയാം. മറ്റുള്ള ജില്ലകളിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാർ ഈ KSRTCയെ തകർക്കാനുള്ള ലക്ഷ്യമാണോ, കപ്പലിനകത്ത് കള്ളന്മാരുണ്ടോ എന്ന് അങ്ങ് പരിശോധിക്കണം എന്നാണ് എൻ്റെ ആവശ്യം. മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞതിൽ ദേശസാൽകൃത റൂട്ടിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് ശരിയാണ്. എല്ലാ ദേശസാൽകൃത റൂട്ടുകളും KSRTCക്ക് വേണ്ടി മാറ്റിവെച്ച റൂട്ടുകൾ ഇനി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. പ്രൈവറ്റ് ബസ്സുകാരുമായി മത്സരിച്ച് അവരും തോറ്റ് നമ്മളും തോറ്റ് ഇല്ലാതെയാവുക. 2001 ഞാൻ ആദ്യം മന്ത്രിയാകുമ്പോൾ കേരളത്തിൽ 27,000 പ്രൈവറ്റ് ബസ്സുണ്ടായിരുന്നു. 5,000-ഓളം KSRTC ബസ്സും അതിലൊരു 3,000, 4,000 വരെ ഓടും. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ എണ്ണം 8,000-ൽ താഴെയായി വന്നു. അനേകർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, ഒരുപാട് നികുതി സർക്കാരിന് നഷ്ടപ്പെട്ടു, ഒരു വ്യവസായ മേഖല തന്നെ തകരുകയുണ്ടായി. അപ്പോൾ ആ തകർന്നതുകൊണ്ട് നാഷണലൈസ് റൂട്ടിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അനാവശ്യമായ മത്സരങ്ങൾ, ആളുകൾക്ക് യാത്രക്കാർക്ക് എന്താണ് വേണ്ട, വണ്ടി വേണം. നമ്മളെല്ലാ വണ്ടിയും കൂടെ ഒരിടത്തിട്ട് ഓടിച്ചാൽ ആർക്കും ഗുണം കിട്ടില്ല. അതുകൊണ്ട് നാഷണലൈസ് റൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വണ്ടികൾ കൂടുതലായി പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞ ഈ രണ്ടാമത്തെ ചോദ്യം എന്നാൽ സ്റ്റോപ്പിൻ്റെ കാര്യമാണ്. ആ സ്റ്റോപ്പിൻ്റെ കാര്യം കോളേജിൻ്റെ അവിടെ നിർത്തിയതുകൊണ്ട് നഷ്ടം. ഫാസ്റ്റ് പാസഞ്ചർ എക്സ്പ്രസ് സ്റ്റോപ്പാണ് പറയുന്നത്. അത് ഒരു സ്റ്റോപ്പിന് പകരം ഒരു റിക്വസ്റ്റ് സ്റ്റോപ്പിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അവിടെ യാത്രക്കാർ ഇറങ്ങുകയോ അവർക്ക് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടുകയോ കൈ കാണിക്കുകയോ ചെയ്യുമ്പോൾ ഇറക്കുന്ന ഒരു സംവിധാനം ചെയ്യാം. അല്ലാതെ നമുക്കവിടെ എല്ലാ വണ്ടിയും വെറുതെ വന്ന് നിർത്താൻ പറ്റത്തില്ല. അവർ ഓർഡിനറി ബസ്സുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾ കൂടുതൽ കയറും.
കയറി കഴിഞ്ഞാൽ നമുക്ക് കൺസെഷൻ കൊടുക്കേണ്ടി വരും. കൺസെഷൻ കൊടുക്കുന്നത് വളരെ കൃത്യമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്യാം. ശ്രീ വി കെ പ്രശാന്ത്. സർ, തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട 2 ഡിപ്പോകളാണ് നമ്മുടെ വികാസവൻ ഡിപ്പോയും പേരൂർക്കട ഡിപ്പോയും. സർ, ആ പേരൂർക്കട ഡിപ്പോയുടെ നവീകരണത്തിന് 5 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. സർ, അതിൻ്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമോ? യെസ് മിനിസ്റ്റർ. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ബഡ്ജറ്റിൽ പണം വെച്ചിട്ടുണ്ട്. ഉടൻ തന്നെ MLA-യുമായി തന്നെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ഈ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ജീവനക്കാരുടെ സൗകര്യങ്ങളും യാത്രക്കാരുടെ സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കാൻ PWD ബിൽഡിങ്സിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടിയെടുക്കാം. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സർ, MLA ഫണ്ട് 1.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ശാസ്താംകോട്ട ടൗണിൽ ഗാരേജും അതേപോലെ തന്നെ ബസ് ഡിപ്പോയും ഓഫീസും പണിഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് സെൻ്റർ ആയിരുന്നു നിലവിൽ അന്ന്. സാർ, ബഹുമാനനായ ശക്തൻ അദ്ദേഹം ഗതാഗത മന്ത്രിയായിട്ട് വന്നപ്പോൾ ഓപ്പറേറ്റിംഗ് സെൻ്റർ ഉദ്ഘാടനത്തിന് വന്നു. ഞാനായിരുന്നു അധ്യക്ഷൻ. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ ഞാൻ പറയുന്നു. അദ്ദേഹം അവിടെ ഓപ്പറേറ്റിംഗ് സെൻ്റർ സബ് ഡിപ്പോ ആയിട്ട് പ്രഖ്യാപിച്ചു. സാർ, സബ് ഡിപ്പോ അനുവദിക്കണമെങ്കിൽ കെട്ടിടം വേണമെന്ന് പറഞ്ഞു. കെട്ടിടം MLA ഫണ്ടിൽ പണിഞ്ഞു കൊടുത്തു. ഗാരേജ് വേണമെന്ന് പറഞ്ഞു. 1 കോടി രൂപ ഉപയോഗിച്ച് ഗാരേജും പണിഞ്ഞു. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സെൻ്ററും ഇല്ല, സബ് ഡിപ്പോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. സാർ, മറ്റു മണ്ഡലങ്ങളിലൊന്നും വേണ്ട. കുന്നത്തൂർ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്ത സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. KSRTC ഫിനാൻസ് ക്രൈസിസ് ഉണ്ടെന്ന് വളരെ നന്നായി അറിയാം. എങ്കിലും ഇനിയും MLA ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ എൻ്റെ സബ് ഡിപ്പോ പുനരാരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കുഞ്ഞുമോൻ പറഞ്ഞത് ആ വിഷയം വളരെ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലമാണ്. ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത സ്ഥലം കുഞ്ഞുമോൻ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ശരിയാണ്. പക്ഷേ KSRTCയുടെ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സബ് ഡിപ്പോകളും അനാവശ്യമായ ഓപ്പറേഷൻ സ്റ്റേഷൻ നിർത്തി. കാരണം നിർത്താൻ ചിലവ് തന്നെയാണ്, വലിയ ചിലവായിരുന്നു. അതുകൊണ്ടാണ് നിർത്തിയത് ഒരു നല്ല നടപടിയാണ് KSRTC സംബന്ധിച്ച്. പക്ഷേ നമ്മൾ കുഞ്ഞുമോൻ സബ് ഡിപ്പോ തുടങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സ്ഥലം ഇങ്ങനെ KSRTC എഴുതി തരാമെങ്കിൽ, പഞ്ചായത്തിന് എഴുതി തരാമെങ്കിൽ ഒരു യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയുണ്ട് അവിടെ ബസ്സുകൾ വരാനും പോകാനൊക്കെയുള്ള സംവിധാനം ഉണ്ടാക്കാം. കുഞ്ഞുമോനോട് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കും. ഒരു യാത്രാ ഫ്യൂവൽസ് ടൗണിലാണ്, ഒരു പെട്രോൾ പമ്പ് ഉണ്ടാവും. അത് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറാണ്. അപ്പോൾ ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ടാണ്. ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും ചെയ്യാം. ഈ സബ് ഡിപ്പോ എന്നുള്ളതിനപ്പുറം അവിടെ വണ്ടികൾ വന്നു പോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. മാത്രമല്ല ആ റൂട്ടിൽ KSRTC ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടെങ്കിലും KSRTC ബസ്സുകൾ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആലോചനയുണ്ട്. ശ്രീ പി നന്ദകുമാർ. സർ, ഈ KSRTCക്ക് ഇപ്പോൾ ശമ്പളം നൽകുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ്, 2 ദിവസങ്ങളിലായിട്ടാണ്. അവ ജീവനക്കാർക്ക് ഒരു ദിവസം അത് കൃത്യമായി കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? അടിയന്തരമായി ആ നടപടി കൈക്കൊള്ളുമോ? യെസ് മിനിസ്റ്റർ. തീർച്ചയായിട്ടും ഗവൺമെൻറ് ലക്ഷ്യം തന്നെ ഒരു ദിവസം കൊണ്ട് കൊടുക്കുക എന്നുള്ളത്. കാരണം KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരാണ് ശമ്പളം നൽകുന്നത്. അപ്പോൾ സർക്കാർ ഖജനാവിൽ പണം വരുന്ന മുറയ്ക്ക് 2 ഗഡുക്കളായിട്ട് മാത്രമേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പോഴും ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഖജനാവിലില്ല. എങ്കിലും അതിനൊരു കൃത്യമായ ഡേറ്റ് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു യോഗം അദ്ദേഹം വിളിച്ചിരുന്നു. ഞാനും ധനകാര്യമന്ത്രിയും അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കൃത്യമായി കൊടുക്കാനുള്ള നടപടികളാകുന്നു. ഒരല്പസമയം, 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ നമുക്ക് ബാങ്കുകളുമായി ചർച്ച നടക്കുകയാണ്. ബാങ്കുകളുമായി ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാങ്കുകളുമായി നമുക്ക് ലോൺ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് 650 കോടി രൂപ നൽകി KTDFCയും അതുപോലെ KSRTCയും ബാങ്കിനെയും രക്ഷപ്പെടുന്നതിന്, കേരള ബാങ്കിനെയും രക്ഷപ്പെടുന്നതിനുള്ള നടപടി അദ്ദേഹം സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി നമുക്ക് D കാറ്റഗറി, നമ്മൾ ഡിഫോൾട്ട് കാറ്റഗറിയിലായിരുന്നു എപ്പോഴും. നമുക്ക് ആരും ലോൺ തരില്ല. അതിൽ നിന്ന് മാറി ഇപ്പോൾ Cയിലേക്ക് വന്നു. നമ്മൾ കുറച്ച് കണക്കുകൂടി കൊടുക്കാനുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ B- വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം എടുക്കാനും അത് വെച്ച് തൊഴിലാളികളുടെ ശമ്പളം ഒന്നാം തീയതി തന്നെ ആദ്യം ഒറ്റ ഗഡുവായി 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് കൊടുക്കത്തക്ക രീതിയിൽ 1-ാം തീയതി തന്നെ പറ്റുമെങ്കിൽ 1-ാം തീയതി തന്നെ കൊടുക്കും. അതിനുള്ള നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നതായിരിക്കും. ശ്രീ മാത്യു ടി തോമസ്. സ്വയം പര്യാപ്തമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അങ്ങേക്ക് നല്ലപോലെ അറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം സർവീസ് ഇതര ചെലവുകളാണ്. സർ, സർവീസ് ഇതര ചെലവുകൾക്ക് സർവീസ് ഇതര വരുമാനം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പല പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, KSRTC നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി KTDFCയുമായി ചേർന്ന് BOT അടിസ്ഥാനത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിതത് എൻ്റെ തിരുവല്ലയിലടക്കം. സാർ, അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥ അനുസരിച്ച് ആദ്യ മാസം മുതൽ തന്നെ 50% വരുമാനം KSRTCക്ക് അടയ്ക്കണമെന്നാണ്. പക്ഷേ തിരുവല്ലയിലടക്കം പല സ്ഥലങ്ങളിലും ഈ മുറികൾ വാടകയ്ക്ക് പോകുന്നില്ല. നിരക്കുകൾ വളരെ വർദ്ധിച്ചു നിൽക്കുന്നു. ആ നിരക്കുകളൊന്ന് യുക്തിസഹമാക്കി മുറികൾ വാടകയ്ക്ക് പോയി
നല്ല രൂപത്തിൽ വരുമാനം ഉണ്ടാക്കാൻ തക്കവണ്ണം ഒരു പാക്കേജ് അങ്ങ് ആലോചിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് പറഞ്ഞത് വളരെ ശരിയാണ്. തിരുവല്ല അടക്കമുള്ള സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം തമ്പാനൂർ അടക്കം വളരെ നല്ല സ്ഥലങ്ങൾ കൊടുക്കാൻ പറ്റാതെ കിടക്കണം. അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊരു വലിയൊരു എമൗണ്ടാണ്. അതിൻ്റെ ഡെപ്പോസിറ്റ് തന്നെ ഈ ഒരു ടെൻഡറിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ 1 ലക്ഷം രൂപ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സാധാരണക്കാരനൊരു വ്യാപാരിക്ക് ഒരിക്കലും ഇത്തരത്തിലൊരു സ്ഥാപനം എടുത്ത് നടത്തി വിജയിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ ബാർ നടത്താനും പറ്റത്തില്ല. അല്ലാതെ ലാഭം കിട്ടുന്ന ഒരു കച്ചവടവും വേറെ കാണുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ടെലിസ്കോപ്പിക് സംവിധാനം, അതായത് കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ പൈസയ്ക്ക് ആദ്യമേ കൊടുത്തുകൊണ്ട് ഇത് ഫില്ലാക്കുക എന്നുള്ളതാണ്. ഈ ഫില്ലാകാത്തതുകൊണ്ട് മറ്റ് കടകളിലും ആരുമില്ല. നിറച്ച് കടകളുണ്ടെങ്കിൽ എല്ലാവരും വരും. നല്ല ഒരുപാട് ഒഴിഞ്ഞ സ്ഥലം തിരുവല്ലയിൽ കിടപ്പുണ്ട്. പക്ഷേ ടോയ്ലറ്റ് മാത്രം നശിപ്പിച്ച് കളഞ്ഞു. അത് പുനർക്രമീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ടോയ്ലറ്റ് പരിഷ്കരിക്കും. അത് കേരളത്തിലെ മൊത്തം ടോയ്ലറ്റും പരിഷ്കരിക്കും. അതിൻ്റെ വിശദം പിന്നെ ഞാൻ പറയാം. ഇദ്ദേഹം പറഞ്ഞതുപോലെ കുറഞ്ഞ ഒരു ചെറിയ വിലയിൽ എടുത്തുകൊണ്ട് മാസങ്ങൾ കഴിയുമ്പോൾ വാടക കൂടി കച്ചവടം വിജയിച്ച് വരുമ്പോൾ വാടക കൂടുന്ന തരത്തിൽ കൊടുത്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതിനെപ്പറ്റി ഒരു ആലോചനയുണ്ട്. തീർച്ചയായിട്ടും പരമാവധി കടകൾ കൊടുത്തു തീർക്കാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അതിന് അവിടെ ആ പ്രാദേശികമായി എടുക്കാൻ സാധ്യതയുള്ളവരോട് അങ്ങ് കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ കഴിയും. ഡോക്ടർ മാത്യു കുഴൽനാടൻ. സാർ, ഞാൻ 30 സെക്കൻഡ് അവസാനിക്കും. സാർ, ഒരേ ഒരു റിക്വസ്റ്റ്. എന്നെ കഴിഞ്ഞ ദിവസം ഒരു 7 മണിക്ക് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യൂറിൻ യൂസ് ചെയ്യുക, എനിക്ക് യൂറിൻ ഒന്ന് പോകേണ്ട ഒരു സൗകര്യമുണ്ട്. സത്യത്തിൽ വർഷങ്ങളായി അവിടെ യൂറിൻ ഷെഡ് പോലും വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ അവിടെ KSRTC എല്ലാ പണിയും പൂർത്തിയാക്കി എല്ലാം പിടിപ്പിച്ചു. കള്ളന്മാരതെല്ലാം ഇളക്കിക്കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം ഞാൻ 30,000 രൂപ മുടക്കി അതെല്ലാം തിരിച്ചു പിടിപ്പിച്ച് വാതിലിട്ട് പൂട്ടിയിട്ടുണ്ട്. അങ്ങ് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തറി കൊണ്ടുപോകണ ആരാന്ന് അറിയിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ആ KSRTC ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പിടിപ്പിച്ച യൂറിൻ ഷെഡ് ഒരു പ്രവർത്തനക്ഷമമാക്കാൻ, ഞാൻ കൂടാതെ 4 കോടി രൂപ KSRTC പണി തീർക്കാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. അങ്ങ് ദയവ് ചെയ്ത് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിൽ ശാപമോക്ഷം തന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. 33 സെക്കൻഡ് എടുത്തു. ഈ വിഷയത്തിൽ ഈ മുമ്പ് ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്ത് നമ്പറിട്ട് കിട്ടാത്ത പ്രശ്നങ്ങൾ, പണി പൂർത്തിയായില്ല എന്ന നിലയിലുള്ള ശ്രമങ്ങൾ, ചട്ടം മാറിയേണ്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ ടോയ്ലറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിലെ നശിച്ച് കിടക്കുന്ന എല്ലാ ടോയ്ലറ്റുകളും സുലഭ് എന്ന ഏജൻസി ഏൽപ്പിക്കാനാണ്. അവർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് അവർ തന്നെ മെയിൻ്റെനൻസ് ചെയ്തതിന് ശേഷം അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ആലുവയിൽ പുതിയ ടോയ്ലറ്റാണ്, തുറന്നു കൊടുത്തില്ല. തുറന്നു കൊടുത്താൽ ആകെ നാശമാക്കും. അതിന് മുമ്പേ അവർക്ക് കൈമാറാമെന്ന് വിചാരിക്കുകയാണ്. പൊളിഞ്ഞു കിടക്കുന്ന എല്ലാം അവർ നന്നാക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവർ വന്നിട്ട് 20 എണ്ണം എടുക്കാമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു 2-3 എണ്ണം പരീക്ഷിക്കാൻ പേടിയാണ്. അവർ പറയുന്ന പൈൻറ്റ് കുടിച്ചേച്ച് കാലിക്കുപ്പി, അതായത് ഇപ്പോൾ എടുത്തേക്കുന്ന ആളുകളുടെ വൈരാഗ്യം തീർക്കുന്ന ഇത് എടുത്തുകൊണ്ട് ഈ ക്ലോസറ്റിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചളയും, അവിടെ കയറി അടയും. എന്നിട്ട് ഇവർ മുനിസിപ്പാലിറ്റിക്ക് പരാതി കൊടുക്കും. ഇപ്പോൾ പുഴുത്ത് കിടക്കുമ്പോൾ ആർക്കും ഒരു പരാതിയില്ല. നന്നാക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉടനെ പരാതി കൊടുക്കണം. അതൊരു ശരിയുള്ള ഏർപ്പാടല്ല. തീർച്ചയായിട്ടും അവയുടെ മൂവാറ്റുപുഴയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തി, നമ്മളിപ്പോൾ ആലുവയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ ഉൾപ്പെടുത്തി അത് പരിഹരിക്കാനും നോക്കാനും കാര്യം ആർക്കെങ്കിലും കൊടുത്താൽ KSRTC ചിലപ്പം 10 രൂപ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടത് ഫെസിലിറ്റിയാണ്. പൊതുഗതാഗതത്തിൽ നിന്ന് അകന്നു പോയ ജനങ്ങൾ ഈ ടോയ്ലറ്റ് ഇല്ലായ്മ, നല്ല ഭക്ഷണം കിട്ടായ്മ, വണ്ടിക്കകത്തെ അസൗകര്യങ്ങൾ, ജീവനക്കാരുടെ ചില മോശം പെരുമാറ്റങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് മനുഷ്യൻ ഇതിൽ നിന്ന് അകന്നത്. കോവിഡോടുകൂടി എല്ലാവരും സ്വന്തമായിട്ട് കാർ വാങ്ങിച്ചു, സ്കൂട്ടർ വാങ്ങിച്ചു. ആ ഒരു കാരണം കൂടിയുണ്ട്. അവരെ തിരിച്ച് ഈ ബസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല ഫെസിലിറ്റി കൊടുക്കണം. ഒരു ധൈര്യസമയത്തോടെ പോകുമ്പോൾ നല്ല ടോയ്ലറ്റ് ഉണ്ട്, കൊട്ടാരക്കര ഇറങ്ങി ടോയ്ലറ്റ് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ജനങ്ങൾക്കില്ല യാത്രയുടെ മധ്യത്തിൽ. അതുണ്ടാക്കാനുള്ള നടപടി കൃത്യമായി സ്വീകരിക്കും. അങ്ങയുടെ 4 കോടി രൂപയും ഇതുപോലെ പ്ലാൻ ചർച്ച ചെയ്ത് നമുക്ക് ഉടൻ തന്നെ PWD ബിൽഡിങ്സിനെ കൊണ്ട് ചെയ്യിക്കും. ശ്രീ രമേശ് ചെന്നിത്തല. സാർ, ഇവിടെ മാത്യു ടി തോമസ് ചോദിച്ച ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉത്തരം പറയുകയുണ്ടായി. സാർ, ഹരിപ്പാട് KSRTC ബസ് സ്റ്റേഷൻ കഴിഞ്ഞ മന്ത്രി ആൻ്റണി രാജു വളരെയേറെ ഞങ്ങളെ സഹായിച്ചതിൻ്റെ ഫലമായിട്ടാണ്, MLA ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയുടെ കൊടുത്തതിന് ഫലമായിട്ടാണ് പ്രവർത്തനക്ഷമമായത്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി. കെട്ടിടത്തിന് നമ്പറിടാത്ത പ്രശ്നം. സാർ, ഈ കടമുറികളൊന്നും പോകുന്നില്ല. അവിടെ കടമുറികളുണ്ട്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്ക് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. സാർ, ഈ കടകൾ പോകാൻ നിരന്തദ്രവ്യം വളരെ കൂടുതലാണ്. ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയും നമ്മളിവിടെ മുൻകൈ എടുക്കണമെന്ന്. കച്ചവടക്കാരെ നമ്മൾ സമീപിച്ച് മുൻകൈ എടുക്കുമ്പോൾ തന്നെ ഇതിന് നിരന്തദ്രവ്യം തന്നെ വളരെ കൂടുതലാണ്. സാധാരണ തിരുവല്ല, ഹരിപ്പാട് പോലെയുള്ള സ്ഥലങ്ങളിൽ വൻ വാടകയ്ക്ക് കച്ചവടക്കാർ സ്ഥലം. അതുകൊണ്ട് ആ നിരന്തദ്രവ്യം കുറച്ചുകൊണ്ട് വരികയും സാധാരണ കച്ചവടക്കാർക്ക് അത് എടുക്കാൻ കഴിയത്തക്ക നിലയിൽ തന്നെ പുനഃസംവിധാനം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നു. സർ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരത്തിൽ ഞാൻ പറഞ്ഞു ഈ നിജദ്രവ്യം കൂടുകയാണ്, എമൗണ്ട് ഭയങ്കര കൂടുതലാണ്. ആ എമൗണ്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അടുത്ത KSRTC ബോർഡ് യോഗത്തിൽ അതൊരു അജണ്ടയായി വെച്ച് ബോർഡ് തീരുമാനിക്കണം. അത് കുറച്ചുകൊണ്ട് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടിലേക്ക് വരികയും ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണക്ക് പറയാം. ഈ അടുത്ത ദിവസം ഞാൻ KSRTC CMDയെ കേരളം മുഴുവൻ അയച്ചു. അദ്ദേഹം പോയി ഒരു റൗണ്ടൊന്ന് കണ്ടിട്ട് വന്നപ്പോൾ കഴിഞ്ഞത് നമ്മുടെ കൈവശമുള്ളത് നമ്പർ ഇട്ടതും ഇടാത്തതുമായ 65% കടകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട്. ടിക്കറ്റേതര വരുമാനം ഉണ്ടാക്കണമെന്ന് ട്രേഡ് യൂണിയനുകളും എല്ലാവരും MLAമാരും എല്ലാവരും പറയുമ്പോൾ ടിക്കറ്റേതര വരുമാനം കിട്ടാൻ സാധ്യതയുള്ള 64-65% കടകൾ ഒഴിഞ്ഞു കിടക്കുക. അത് കിട്ടിയാൽ തന്നെ നമുക്ക് മാസം കോടിക്കണക്കിന് രൂപ കിട്ടും. അതുകൊണ്ട് അടിയന്തരമായി അക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുത്ത് ടെൻഡർ ചെയ്ത് അടുത്ത ബോർഡ് കൂടിക്കഴിഞ്ഞാൽ ഉടൻ ടെൻഡർ ചെയ്ത് ഈ കാര്യത്തിലൊരു പരിഹാരം, വലിയൊരു എമൗണ്ട് ചോദിച്ചിട്ട് ആളുകൾ ഓടിക്കുന്ന പരിപാടിയില്ല. അത് ന്യായമായി ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഹരിപ്പാടിൻ്റെ കാര്യം നമ്പർ ഇട്ട് കിട്ടാനുള്ള പ്രയാസമാണ്. അത് പല കാരണങ്ങളും ഇപ്പോൾ മഴ പെയ്തപ്പോൾ അതിൻ്റെ താഴത്തെ നില മുഴുവൻ വെള്ളം കിട്ടിപ്പോയി. അപ്പോൾ അതൊരു പരിഹാരം കാണണം. അത് അങ്ങയുടെ അങ്ങയുടെ ശ്രദ്ധയിലുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നതിന് ശേഷം അതിന് എന്തെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് മാത്രമേ വെള്ളം അടിച്ചു കളയാൻ താഴത്തെ നില മുഴുവൻ വെള്ളം കെട്ടി കിടക്കാം. സതീഷ് പെട്ടെന്ന്. KSRTC ഡിപ്പോയോടനുബന്ധിച്ച് ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ KSRTCക്ക് ലാഭകരമാകുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. KSRTCയിലെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രാ ഫ്യൂവൽസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഡ്രൈവിംഗ് സ്കൂളുകൾ 23 സ്ഥലങ്ങളിൽ ഈ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങിയാണ്. KSRTCക്ക് ലാഭവുമായിരിക്കും. KSRTCക്ക് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും. കേരളത്തിലെ ഏറ്റവും നല്ല ഡ്രൈവിംഗ് ലൈസൻസിന് ഉടമകളെ സൃഷ്ടിക്കാൻ, വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സൃഷ്ടിക്കാൻ, ലൈസൻസുള്ള വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരെ സൃഷ്ടിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പരമാവധി സ്ഥലങ്ങൾ KSRTCക്ക് മുടക്കാൻ പണമില്ല. MLA ഫണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം പോലും വൈകാതെ പരിപാടികൾ വളരെ വേഗത്തിൽ ഞങ്ങൾ നടപ്പിലാക്കും. ഇപ്പോൾ കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ തന്നെ പൊളിക്കാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ മണ്ഡലമാണ്. അദ്ദേഹം പണം മാറ്റി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലാനെല്ലാം ഫൈനലൈസ് ചെയ്തു. അദ്ദേഹമായിട്ട് ആലോചിച്ച് ഉടൻ തന്നെ PWD ബിൽഡിംഗ്സ് അത് പൊളിച്ച് പുതിയ കെട്ടിടം പണി. ശ്രീമതി KK രമ പെട്ടെന്ന്. താങ്ക് യു സർ. സർ, വടകര നിയോജകമണ്ഡലത്തിൽ നേരത്തെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു, അന്വേഷണ കേന്ദ്രവും ടിക്കറ്റ് റിസർവേഷൻ കേന്ദ്രവും. ഇപ്പോൾ അത് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് സർ. അവിടെ KSRTCക്ക് 1 ഏക്കറോളം ഭൂമി സ്വന്തമായിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഇതൊന്നും ഇപ്പോൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങളൊന്നുമില്ല. ഈ ഇൻഫർമേഷൻ സെൻറ്റർ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട എല്ലാ MLAമാരോടും KSRTC ഡിപ്പോകൾ അവരവരുടെ മണ്ഡലത്തിലെ ഡിപ്പോകൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടർ വളരെ കുറച്ച് നമ്പർ മതി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ്. ഒരു കത്ത് ഞാൻ അയച്ചിരുന്നു. എല്ലാവരും നൽകാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അതിന് പ്രത്യേക ഉത്തരവ് തരാൻ തീരുമാനം. ഇന്ന് ഉത്തരവ് ഇറങ്ങിയത് മാറിപ്പോയി. കാരണം പലരും വാങ്ങിയാൽ ഇന്ന് ഞാനിപ്പം ധനകാര്യമന്ത്രി കത്ത് കൊടുത്തിട്ടിരിക്കുകയാണ്. ജലാൽ ഒരു ആളെ കൊണ്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് വാങ്ങുക, വേറെ ആൾ, അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടിയും ഇതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം പ്രയാസമാവും. അപ്പോൾ അതുകൊണ്ട് KSRTC MD തന്നെ മുഴുവത്തിൽ പർച്ചേസ് ചെയ്തെങ്കിൽ ഒരു ഉത്തരവ് ഇന്നോ നാളെയോ ഇറക്കി തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് കമ്പ്യൂട്ടർ ഒരു 3 മാസത്തിനുള്ളിൽ കമ്പ്യൂട്ടറൈസേഷൻ വരും. അതുകൂടാതെ ഒരു 5 മാസത്തിനുള്ളിൽ 6 മാസത്തിനുള്ളിൽ ടോട്ടൽ ടിക്കറ്റിൻ്റെ സംവിധാനം മുഴുവൻ മാറാൻ പോവുകയാണ്. ക്യാഷ്ലെസ് ഓപ്പറേഷൻസും ക്യാഷ് കൊടുത്തും പോവാം. ക്യാഷ്ലെസ് ഓപ്പറേഷൻ, അതുപോലെ GPS കറക്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ ശ്രീമതി രമ മാഡം പറഞ്ഞതുപോലെ താങ്കളുടെ അടക്കമുള്ള സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡുകളും അനൗൺസ്മെൻറ്റ് ഓട്ടോമാറ്റിക് റെയിൽവേയിൽ വരുന്നതുപോലെ ഓട്ടോമാറ്റിക് വണ്ടിയുടെ അവൈലബിലിറ്റി വണ്ടി വരുന്ന സമയം നൽകുകയും ചെയ്യും. അതുമാത്രമല്ല എല്ലാവരുടെയും മൊബൈൽ ഒരു ആപ്പിലൂടെ വിവിധ ആപ്പുകൾ റെയിൽവേക്കുള്ളതുപോലെ 4-5 ആപ്പ് കാണും. ഏത് ആപ്പിലൂടെ വേണമെങ്കിലും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന റൂട്ടിലെ ബസ്സുകൾ, ആ ബസ്സിൻ്റെ സീറ്റിൻ്റെ കണ്ടീഷൻ, ബുക്ക് ചെയ്യുക, അതിൽ നിന്ന് റിസർവ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള ആപ്പുകൾ പുറത്തിറക്കും. ഒരു 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ KSRTC സമ്പൂർണ്ണമായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് മാറും. ശ്രീ പ്രേംകുമാർ. സർ, കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും KSRTCക്ക് വളരെ കണ്ണായ സ്ഥലത്ത് ഭൂമിയുണ്ട്. ആ ഭൂമി പൂർണ്ണമായും യഥാർത്ഥത്തിൽ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അത്തരത്തിലുള്ള KSRTCയുടെ സ്ഥലങ്ങൾ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. ഈ സ്ഥലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി സർ, ഈ കേരയിൽ കോർപ്പറേഷൻ ഫിപ്കോൺ എന്ന സ്ഥാപനത്തെ കൊണ്ട് ഒരു പഠനം നടത്തുകയും ഒരു ടെൻഡർ വിളിക്കുകയും ചെയ്തു. അതിൽ പല സ്ഥലങ്ങളും ചൂണ്ടിക്കാണിച്ചെങ്കിലും വളരെ വാല്യുബിളായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിനെ പെരിന്തൽമണ്ണയിലെ പോയി ഏറ്റവും വില കൂടിയ സ്ഥലമാണ് കിടക്കുന്നത്. അവിടെയൊക്കെ ഞാൻ പോയി കണ്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, വളരെ നല്ല സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലമെല്ലാം ടെൻഡർ ചെയ്തിട്ട് ആകെ കൊല്ലത്തേക്ക് മാത്രമാണ് ഒരാൾ വന്നത്. അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വയ്ക്കുകയും ഒന്നുകൂടി ടെൻഡർ ചെയ്യുകയാണ്. ഏതെങ്കിലും ഇപ്പോൾ കൊല്ലത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഹോട്ടൽ, കൊല്ലത്ത് ഇപ്പം നവകേരള സദസ്സ് നടന്നപ്പോൾ നമ്മൾ ആലോചിക്കായിരുന്നു, ഒരുപാട് VIP വന്നപ്പോൾ കിടക്കാൻ മുറിയില്ല, ഹോട്ടലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഹോട്ടൽ സമുച്ചയം, അതിന് ടൂറിസവുമായി ബന്ധപ്പെട്ട് തൊട്ടുമുമ്പിൽ
പിന്നെ ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി പോകാവുന്ന അത്തരം സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ MLA-മാരുടെ മനസ്സിൽ ആശയങ്ങളുണ്ടെങ്കിൽ നൽകിയാൽ തീർച്ചയായിട്ടും അത് പരിഗണിക്കും. ഒന്നുകൂടി നമ്മൾ ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ടെൻഡർ ചെയ്യാൻ പോകുന്നു. ചോദ്യം നമ്പർ 274 ശ്രീമതി കാനത്തിൽ ജമീല, ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ. സർ, ANB രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കേന്ദ്രം നൽകി വന്നിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 2022 മുതൽ നിർത്തലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നതിന് തീരുമാനിക്കുകയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖേന 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതി 2024-25 സാമ്പത്തിക വർഷം മുതൽ ബഡ്ജറ്റിൽ 20 കോടി രൂപ വകയിരുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ടേബിൾ ചെയ്ത ചോദിക്കായിരുന്നു ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ശ്രീമതി കാനത്തിൽ ജമീല. സർ, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിന് പുതിയ സഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ വിധവകൾ, വിവാഹമോചിത ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട നിരാശ്രയരായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അതിൽ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുക 5 ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ നൽകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇതിന് സബ്സിഡി, ഏറ്റവും കൂടുതൽ സബ്സിഡിയും ഈ വിഭാഗത്തിൽ നൽകുന്നുണ്ട്. ഈ ഒരു പദ്ധതി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടപ്പിലായി വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി ഏതെല്ലാം പദ്ധതികളാണ് സർ നടപ്പിലാക്കുന്നത്? മിനിസ്റ്റർ. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിനായി ആവശ്യമായിട്ടുള്ള ക്ഷേമവകുപ്പിൻ്റെ കീഴിൽ ITI, ITC സ്കോളർഷിപ്പ് പദ്ധതിയുടെ കീഴിൽ 23 വർഷം ആകെ 402 ലക്ഷം രൂപ പകർത്തിയിട്ടുള്ളതാണ്. 394.56 ലക്ഷം രൂപ ITI ഫീ റീഎംബേഴ്സ്മെൻറ്റ് സ്കീമിലും 7.43 ലക്ഷം കോടി രൂപ സർക്കാർ അംഗീകൃത ഏജൻസി മുഖാന്തരം നൈപുണ്യ പരിശീലനം നൽകുന്നതിനും ബഡ്ജറ്റിൽ വകയിരുത്തിയുള്ളതാണ്. ഇതിൽ അസാപ്പ് മുഖാന്തരം ITI ഫിറ്റർ, വെൽഡർ, ഷീറ്റ് മെറ്റലിംഗ് ട്രേഡ് തുടങ്ങിയ നിരവധി ട്രേഡുകളിൽ പരിശീലനത്തിനായി നല്ല രീതിയിൽ തന്നെ പണം അനുവദിക്കുകയും അത് വലിയ തോതിൽ സ്വീകാര്യത നേടിയിട്ടുണ്ട്. ഈ സ്കീം പ്രകാരം പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരം സെൻറ്ററുകളില്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ 11 സെൻറ്ററുകൾ കൂടി ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. ശ്രീ AC മൊയ്തീൻ. സർ, IIT, IIM പോലുള്ള ഉന്നത പഠന സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുണ്ടോ? അതുപോലെ തന്നെ വിദേശ പഠനത്തിന് പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും നിലവിലുണ്ടോ എന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട അംഗം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. കാരണം കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ന്യൂനപക്ഷ വകുപ്പ് നല്ല മുൻകൈ എടുക്കുന്നുണ്ട്. വിദേശ സർവകലാശാലയിൽ ബിരുദ കോഴ്സുകൾക്കും PhD കോഴ്സുകൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുണ്ട്. വിദേശ ഉപരിപഠനത്തിനായി വിദ്യാർത്ഥികൾ ദേശാൽകൃത ഷെഡ്യൂൾ ബാങ്കിൽ നിന്നോ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിന്നോ വാങ്ങുന്ന ലോണിന് അതിൻ്റെ പലിശ ഇനത്തിൽ വരുന്ന പണം ധനസഹായമായിട്ടാണ് ഇപ്പോൾ നൽകുന്നത്. ഇതിൽ 5 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. അപേക്ഷകരുടെ കുടുംബ വരുമാനം 8 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് ഉള്ളത്. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്.
കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പദ്ധതിയിൽ 146.61 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ITI, IIM പോലുള്ള ഉന്നത പഠന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 35 വിദ്യാർത്ഥികൾക്കായി 17.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ശ്രീ പി നന്ദകുമാർ, പെട്ടെന്ന്. സർ, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനത്തിൻ്റെയും കരിയർ ഏണിങ്സിൻ്റെയും ഭാഗമായി പ്രത്യേക പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതിന് വല്ല പദ്ധതികളുമുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഹൈസ്കൂൾ, സെക്കൻഡറി സ്കൂൾ, കോളേജ് തലത്തിൽ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് പദ്ധതി ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ നടപ്പാക്കി വരുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും നേതൃത്വ പാഠവും ആർജിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ തിരിച്ചറിയുന്നതിനും സഹായിക്കുന്നു. ട്യൂണിംഗ്, ഫ്ലവറിംഗ്, എക്സ്പ്ലോറിംഗ് എന്നിവ 3 വിഭാഗങ്ങൾ തരംതിരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏകദിന ക്യാമ്പുകളും ഫ്ലവറിംഗ്, റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, എക്സ്പ്ലോറിംഗ്, ഇന്ത്യൻ പര്യടനം തുടങ്ങി നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഏറ്റവും വിജയകരമായി ഇപ്പോൾ ഈ പദ്ധതിയിൽ നടന്നു വരികയാണ്. ഇനിയും കൂടുതൽ കുട്ടികൾക്ക് അവസരം നൽകുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. യെസ്, ഓർഡർ. ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.